ഹായ്, കിച്ചൺ ഓപ്പണിംഗ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ധൈര്യമായിട്ട് കമൻറ്റ് ഇടാവുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്, ഒരു സിമ്പിൾ തോരനാണ്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കൂമ്പാണ്. ഇത് ഞാൻ നല്ലതായിട്ട് ഉപ്പിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതെന്തോന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള കറ ചവയ്ക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ തോരൻ വയ്ക്കുകയാണെങ്കിൽ ചവർപ്പ് പോലുള്ള ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറാണ്. ഇത് ഞാനൊരു 250 ഗ്രാം പയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ലതായിട്ട് വേവിച്ചതാണ്. അതിനുശേഷം വേണ്ടുന്ന ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പാണ്. അതെന്ന് പറഞ്ഞാൽ കാന്താരി, അരമുറി തേങ്ങ, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ജീരകം 1 സ്പൂൺ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പയർ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാലോ. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഞാനിപ്പോൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊന്ന് ചുമന്ന് വരുമ്പോഴെന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചുമന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തണ്ടോടുകൂടിയാണ് കറിവേപ്പില ഇട്ടേക്കുന്നത്. ഇതേ കണ്ടില്ല. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വാഴക്കൂമ്പിൻ്റെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ല, ഇതിനൊക്കെ ഇതിൽ നല്ലതായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഇളക്കാൻ പാടില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, പയറിൻ്റെ വേവിച്ച വെള്ളം, ആ വെള്ളം നമ്മൾ നേരത്തെ വെച്ചിരുന്ന പയറിൻ്റെ വെള്ളമാണ്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു വിടുക. അതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് തട്ടിപ്പൊത്തി നമ്മൾ വെച്ച് കൊടുക്കണം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഫ്ലെയിം കൂട്ടുകയാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം. ഞാനിത് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, ഒന്ന് ഇളക്കി വെച്ചായിരുന്നു. നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടുന്നത്. കണ്ടില്ലേ,
നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വീഴുന്നൊരു രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ വാഴക്കൂമ്പ് പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.